ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? CP ജോണാണ്. CP ജോൺ. സംശയമില്ല. എന്തുകൊണ്ട്? നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മാറ്റം വരും എന്നുള്ള രീതിയിൽ ഒരു മാറ്റം വരും. നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തി. സാധാരണക്കാരന്റെ വിഷയം എന്തൊക്കെയാണ് ഈ ഇലക്ഷനിൽ നാട്ടിലെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാഴ്ചവെച്ചാൽ ആ പാർട്ടിക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പം എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? പല വിഷയങ്ങളും കാണും ആൾക്കാർ. ഞാൻ എന്തായിരുന്നാലും ദൂരെയുള്ള ഒരാളാണ്. നേമം നിയോജക മണ്ഡലത്തിലാണ്. നേമം. അവിടെ ആരാ ജയിക്കുന്നത്? ചന്ദ്രശേഖർ ജയിക്കത്തോ? ചേട്ടൻ BJP ആണ്? BJP ആണ്. ഞാൻ BJP ആണ്. പ്രവർത്തകനാണ്. ജോണെന്നുകൊണ്ട് താടിയൊക്കെ വെച്ചിട്ട് ഒരാളാണ്. താടി വെച്ച് UDF സ്ഥാനാർത്ഥി. UDF പിന്തുണയുള്ള CP ജോൺ. CP ജോൺ ജയിക്കാനാണ് സാധ്യത തോന്നുന്നു. കാരണം പാർട്ടി അതാണ്, കോൺഗ്രസിൻ്റെ ആണല്ലോ. UDFിൻ്റെ ആയതുകൊണ്ട് മിക്കവാറും ചേഞ്ച് വരാം. അങ്ങനെ വരുമ്പോൾ ചാൻസ് പുള്ളിക്കുണ്ട്. ശരി. ഇവിടെ വട്ടിയൂർക്കാവിലാണെങ്കിൽ പ്രശാന്ത് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മുരളി. മറ്റൊരു ശ്രീലേഖ വരും എന്നുള്ള സംശയമാണ്. വരത്തേയില്ല. ഇല്ല. അവർക്കെല്ലാം BJP നേരത്തെയൊക്കെ ഉള്ള ജോലികളുള്ള ആളാണ്. അവർക്ക് ആവശ്യമില്ല. പിന്നെ BJP പിടിക്കുകയാണെങ്കിൽ ഒരു മിക്കവാറും പ്രശാന്ത് വരാനാണ് സാധ്യത. UDF ഉറപ്പാ? 100% ഉറപ്പ്. യാതൊരു സംശയമില്ല. സാധാരണക്കാരുടെ വിഷയം എന്താണ് ഈ ഇലക്ഷനിൽ? ഭരണമാറ്റം വരണം. ആൾക്കാർ മടുത്തു. വോട്ടുണ്ടല്ലോ അല്ലേ? വോട്ടുണ്ട്. താങ്ക് യു. CP ജോണിനാണ് സാധ്യത എന്ന് തോന്നുന്നു. കൂടുതൽ സാധ്യത. പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ഇലക്ഷനോടനുബന്ധിച്ച് സാധാരണക്കാർക്കുണ്ടോ? ശബരിമല പ്രശ്നം ഒരു പ്രശ്നമാണ്. സ്വർണ്ണക്കൊള്ള അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചിലവൊരു മാറ്റം സംഭവിക്കുക. ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. താങ്ക് യു വെരി മച്ച്. CP ജോൺ ജയിക്കും. ഉറപ്പ്? ജയിക്കണം. എന്തുകൊണ്ട്? നമ്മൾ ഇടതുപക്ഷക്കാരനാണ്. അതുകൊണ്ട് വോട്ടുണ്ടല്ലോ. വോട്ടുണ്ട്. എനിക്ക് വട്ടിയൂർക്കാവാണ്. ആണോ? വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷയങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്തെങ്കിലും വിഷയം? ഇല്ല, അത് നമുക്ക് അങ്ങനെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ പറഞ്ഞിട്ട് കാര്യം